ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടാതെ പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് മൈദ നമ്മൾ ഈ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ പേര് മുട്ടപ്പാലട എന്നാണ് കേട്ടോ. അപ്പോൾ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം 1.25 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിന് പകരമായിട്ട് നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു വിസ്ക് വെച്ചൊരു ബൗളിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ദോശ ബാറ്ററിനേക്കാളും നല്ല ലൂസായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 1/2 കപ്പ് 3/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുട്ടപ്പാലടയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു ഫില്ലിങ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 തേങ്ങ എടുത്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അളവൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ മുട്ടപ്പാലട ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മിക്സിങ്ങൊക്കെ ഈ ഒരു ഫില്ലിങ് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 1 തേങ്ങയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. നമ്മളിവിടെ ഒരു സെമി സ്വീറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് ഞങ്ങളിവിടെ മിക്കവാറും ഉണ്ടാക്കാറുള്ളത് കേട്ടോ. മധുരം ആയതുകൊണ്ട് തന്നെ അധികം ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കാറില്ല, ഈവനിങ്ങിന് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് ബാറ്റർ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇരുമ്പിൻ്റെ പാനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലോ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ദോശയുടെ ഒരു സൈഡ് റെഡി ആയതും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് കുക്കായി കിട്ടും. മുട്ട ചേർത്തത് കൊണ്ട് തന്നെ വളരെ തിന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ചൂടോടുകൂടെ തന്നെ നമ്മുടെ ഈ ഒരു മുട്ടപ്പാലടയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഈവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഫില്ലിങ്സിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു മുട്ടപ്പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ബാറ്ററും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നൊരു റെസിപ്പിയാണ്. സ്കൂളിലേക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഇട്ട് കൊടുക്കാൻ നല്ല പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ലഞ്ച് ബോക്സിലൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക് ടൈമിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.